വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെഡ്യൂൾ 1 കണ്ടൻസ് എന്തെല്ലാമാണെന്നാണ് കേട്ടോ. ഷെഡ്യൂൾ 1, അതായത് ഷെഡ്യൂൾ 1 എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 3080 3A എന്ന് പറഞ്ഞ സെക്ഷൻ 80 ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സെക്ഷൻ 80 3A സബ്സെക്ഷൻ 3Aയിലാണ് ഈ ഷെഡ്യൂൾ 1 കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 83Aയിൽ പറയുന്നുണ്ട്, ഷെഡ്യൂൾ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അവരുടെ നിയമനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമെൻമെൻറ്റ്സിനെ തുടർന്ന് ചെറിയ മാറ്റം, കുറച്ച് സ്ഥാപനങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടായി, ഷെഡ്യൂൾ 1 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടി പഠിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഷെഡ്യൂൾ 1 എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതാണ് ഈ 80 സബ്സെക്ഷൻ 3A പറയുന്നുണ്ട്. അതായത് PSCക്ക് വിട്ട സ്ഥാപനങ്ങൾ, അപ്പോയിൻമെൻറ്റ്സ് PSC ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ്സ് PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ അപ്പെക്സും സെൻട്രൽ സൊസൈറ്റീസിനുമാണ് അങ്ങനെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഈ ഒരു ഷെഡ്യൂൾ 1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഷെഡ്യൂൾസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിലേതൊക്കെ സ്ഥാപനങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അമെൻമെൻറ്റ്സിൻ്റെ ക്ലാസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞു ജൂനിയർ ക്ലർക്ക് അതിൻ്റെ മുകളിലേക്കുള്ള, അത് ആൻഡ് അബവ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് കൂട്ടി പഠിക്കണം കേട്ടോ. ജൂനിയർ ക്ലർക്കും അതിൻ്റെ മുകളിലേക്കുള്ള തസ്തികയാണ് ബോർഡ്, അതായത് നമ്മുടെ CSEB ഉണ്ടല്ലോ, നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂനിയർ ക്ലർക്കും അതിൻ്റെ മുകളിലേക്കുള്ള തസ്തികകളും ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എബവ് എന്നുള്ള വാക്ക് നമ്മൾ പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് കേരള ബാങ്കാണ്. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആദ്യം, അതായത് പണ്ട് ഷെഡ്യൂൾ 1 ആദ്യം ഒരു 29ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അത് കുറയ്ക്കുകയാണ് ഉണ്ടായത് കേട്ടോ. കാരണം അന്ന് 14 DCBസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ അവരില്ലല്ലോ, അവരുടെ മർജിങ്ങൊക്കെ കഴിഞ്ഞ് അവർ കേരള ബാങ്ക് ആയില്ലോ. അപ്പോൾ കേരള ബാങ്ക് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തിരുവനന്തപുരമാണ് അവരുടെ ആസ്ഥാനമായി വരുന്നത്. അവരാണ് ആദ്യം. അപ്പോൾ കേരള ബാങ്കിൻ്റെ ഫുൾ നെയിം എന്താണ്? അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ്. രണ്ടാമത് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്, തിരുവനന്തപുരം തന്നെയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. നമ്മുടെ കേസ് കാർഡ് ബാങ്ക് കേട്ടോ, ലോങ് ടേം വായ്പ കൊടുക്കുന്ന കേസ് കാർഡ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതാണ് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പെക്സും സെൻട്രൽ സൊസൈറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അവരാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമത് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ്, SC/ST ഫെഡറേഷനായി ബന്ധപ്പെട്ടതും ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡാണ്. മൂന്നാമത്തെ പറയുന്നത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ്, തിരുവനന്തപുരമാണ് ആസ്ഥാനം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, ഹൗസ് ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ് ഹൗസ് ഫെഡും ഈ ഒരു PSC വഴിയാണ് എന്ത് ചെയ്യുന്നത്? നിയമനങ്ങൾ, അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. അടുത്തത് പറയുന്നത്, അഞ്ചാമത് പറയുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KMML, അതും വിളിക്കാറുണ്ട് അല്ലേ. KCMMF എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് എക്സാമിന് വരാറുണ്ട് അല്ലേ, ഒഴിവിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് KCMMFലേക്ക്. അത് നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ് ആസ്ഥാനം. മിൽമയാണ് സംഭവം. അടുത്തത് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മാർക്കറ്റ് ഫെഡിൻ്റെ എവിടെയാണ്? എറണാകുളമാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അവരുടെ നിയമനങ്ങളും PSC വഴിയാണ് നടക്കുന്നത്. അടുത്തത് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേത് ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക് എന്നറിയപ്പെടുന്നില്ലേ, അതാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, എറണാകുളമാണ് ആസ്ഥാനം. എന്താ അതിൻ്റെ ഷോർട്ട് ഫോം അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക് എന്നറിയപ്പെടുന്നതാണ് കേട്ടോ. അടുത്തത് പറയുന്നത് കേരള കർഷക സഹകരണ ഫെഡറേഷൻ, കേരള കർഷക സഹകരണ ഫെഡറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരാഫെഡാണ്. കേരാഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ.
തിരുവനന്തപുരമാണ് കേര ഫെഡിൻ്റെ ആസ്ഥാനം. അപ്പോൾ അടുത്തത് വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. അതും മത്സ്യഫെഡാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്, എറണാകുളമാണ് ആസ്ഥാനം. ഓക്കെ, കൺസ്യൂമർ ഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. പിന്നെ വരുന്നത് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കൊല്ലമാണ് ആസ്ഥാനമായി വരുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്നു. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡിക്രാഫ്റ്റിൻ്റെ, അതും എറണാകുളമാണ് ആസ്ഥാനമായി വരുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ആലപ്പുഴയാണ് വരുന്നത്. കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എവിടെയാണ് വരുന്നത്? നമ്മുടെ കയർ ഫെഡില്ലേ, ആലപ്പുഴ. പിന്നെ അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്, ടെക്സ്ഫെഡ് ആണ്. ടെക്സ്ഫെഡും എന്താണ്, ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് 15 വരെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 15-ന് ശേഷം 4 സ്ഥാപനങ്ങളാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 സ്ഥാപനം കേട്ടോ. 16, 17, 18, 4ആണോ? ടെക്സ്ഫെഡ് വരെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ടെക്സ്ഫെഡ് വരെ ഉള്ളതാണ്. 1, 2, 3, 4 സ്ഥാപനം, 4 ഉള്ളൂ. അപ്പോൾ കേരള സ്റ്റേറ്റ് ടെക്സ്ഫെഡ് വരെ 15 വരെ ഉണ്ടായിരുന്നു. പിന്നെ ടെക്സ്ഫെഡിന് ശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാ DCBസും ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞിട്ടായിരുന്നു. DCBയിലൊക്കെ ലിസ്റ്റ് പിന്നെ PSC ആണല്ലോ, PSC വഴിക്കല്ലേ DCBസിനൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ DCB ആണ്, സെപ്പറേറ്റ് DCBC ഇല്ലല്ലോ, കേരള ബാങ്ക് ഒന്നിച്ച് മർജ് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സ്ഥാപനങ്ങൾ കുറച്ച് കൂട്ടിച്ചേർക്കേണ്ടായത് ഈ 16 തൊട്ടിട്ടാ. കേരള സ്റ്റേറ്റ് വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് വനിതാ ഫെഡ് വന്നു. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടൂറിസം ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ടൂർ ഫെഡിനെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി. പിന്നെ കേരള സ്റ്റേറ്റ് ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ലേബർ ഫെഡിനെ കൂടി ഇതിൽ ചേർത്തു. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഫെഡിനെയും ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവർ 4 പേരെയും ഈ കാറ്റഗറിയിലേക്ക് കൂട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആരൊക്കെയാണ് കൂട്ടിയത്? വനിതാ ഫെഡിനെ കൂട്ടി, ടൂർ ഫെഡ്, ലേബർ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, അങ്ങനെ മൊത്തം 19 എണ്ണമാണ് ഇപ്പോൾ ഷെഡ്യൂൾ 1 കിടക്കുന്നത്. 19 എണ്ണമാണ് കേട്ടോ. 19 എണ്ണത്തിനാണ് 19 എണ്ണമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ വേറൊരു രീതിയിൽ, അതായത് ഇതൊക്കെ അപ്പെക്സും സെൻട്രലും ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളിത് വേറെ രീതിയിൽ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഷെഡ്യൂൾ 1 എന്തെല്ലാം ഉള്ളത്. ഇത് നമ്മൾ കുറച്ച്, അതായത് 2 തരത്തിലാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അതായത് RCSൻ്റെ നിയന്ത്രണത്തിലുള്ള പിന്നെ സംഭവങ്ങൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ രജിസ്ട്രാർ നിയന്ത്രിക്കുന്നതുമുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ ഇതിൽ പറഞ്ഞത് 19 എണ്ണമാണ്. പക്ഷെ ശരിക്കും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ ഒരു 20 സ്ഥാപനത്തോളം, അതിൽ കൂടുതലുണ്ടാവാം, 20 സ്ഥാപനത്തോളം RCSൻ്റെ നിയന്ത്രണത്തിലുള്ള 11 സ്ഥാപനങ്ങളാണ് കേട്ടോ ഈ ഒരു അപ്പെക്സ് ലെവലിൽ നിൽക്കുന്നത്. RCSൻ്റെ സ്ഥാപനം ഏതൊക്കെയാണ്? 11 സ്ഥാപനങ്ങൾ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. RCSൻ്റെ നിയന്ത്രണത്തിലുള്ള 11 സ്ഥാപനങ്ങൾ എവിടെ ഉണ്ട്? പിന്നെ ആരുടെ നേതൃത്വത്തിൽ? RCS ഭരിക്കുന്നത്. RCSൻ്റെ കാര്യങ്ങളാണ്, RCS ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, രജിസ്ട്രാർ. അതേതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് അതും കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് തന്നെയാണ് അതും. അപ്പോൾ ഇത് ഷെഡ്യൂൾ 1 ആണ്. അത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല, നമ്മൾ ഒരുമിച്ചൊരു ക്ലാസ് ആയിട്ട് പറയണമെന്നുള്ളൂ. അത് ഷെഡ്യൂൾ 1 ആണ്. ഇത് ഷെഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 19 എണ്ണം മനസ്സിലായി നിങ്ങൾക്ക്. അത് നമ്മൾ അവിടെ എടുത്തു വെച്ചു. ഇനി അടുത്തൊരു ഭാഗമാണ് പറയണത് കേട്ടോ, വേറൊരു ഭാഗമാണ് പറയണത്. RCSൻ്റെ നിയന്ത്രണത്തിലുള്ള 11 സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പണ്ട് അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കേരള ബാങ്ക്, തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് RCSൻ്റെ ഒന്നാമത്തെ. രണ്ടാമത്തത് KS കാർഡ് ബാങ്ക്. KS കാർഡ് ബാങ്കും തിരുവനന്തപുരം ആസ്ഥാനമാണ്, RCSൻ്റെ നിയന്ത്രണത്തിലുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളത് കൺസ്യൂമർ ഫെഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിവാൻഡ്രം ബേസ്ഡ് സ്ഥാപനങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പറഞ്ഞു, പിന്നെ KS കാർഡ് ബാങ്ക് പറഞ്ഞു, പിന്നെ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ SC/ST ഫെഡ് കേട്ടോ. SC/ST ഫെഡ് തിരുവനന്തപുരമാണ്. അപ്പോൾ മൂന്നാമത്തെ സ്ഥാപനം SC/ST ഫെഡ്, നാലാമത്തെ വനിതാ ഫെഡ്, അഞ്ചാമത്തെ ലേബർ ഫെഡ്,
ഒക്കെ എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനമായിട്ടുള്ളത്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ടൂർ ഫെഡ്, അപ്പോൾ ഇവരൊക്കെ തിരുവനന്തപുരത്ത് ആസ്ഥാനമാക്കിയുള്ളവരാണ്. പക്ഷേ ഇവരൊക്കെ RCSൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അതായത് ഫങ്ഷണൽ രജിസ്ട്രാഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, RCS നോക്കുന്നത് ഇവരെല്ലാം. അതായത് നമ്മുടെ കേരള ബാങ്ക്, പിന്നെ KS കാർഡ് ബാങ്ക്, പിന്നെ ഏതാ പറഞ്ഞത്? തിരുവനന്തപുരം ആദ്യം പറഞ്ഞിട്ട് പിന്നെ എറണാകുളത്തേക്ക് വരാച്ചിട്ടാണ്. ആദ്യം തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് മാത്രം പറയാം. തിരുവനന്തപുരം ആസ്ഥാനമുള്ളത് കേരള ബാങ്ക്, KS കാർഡ് ബാങ്ക്, പിന്നെ ഏതാ പറഞ്ഞത്? SC/ST ഫെഡ് പറഞ്ഞു, വനിതാ ഫെഡ് പറഞ്ഞു, ലേബർ ഫെഡ് പറഞ്ഞു, ടൂർ ഫെഡ് പറഞ്ഞു. അപ്പോൾ ഇത്രയും തിരുവനന്തപുരമാണ്. അപ്പോൾ അത് മാറ്റിവെച്ചു. പിന്നെ പറയുന്നത് എറണാകുളം ആസ്ഥാനമായിട്ടുള്ളതാണ്. എറണാകുളം ആസ്ഥാനമായിട്ട് വരുന്നത് കൺസ്യൂമർ ഫെഡ്, മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, അതുപോലെ ഹൗസ് ഫെഡും ഹോസ്പിറ്റൽ ഫെഡും. അത് എറണാകുളം ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ 11 സ്ഥാപനം RCSൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കി 20 അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ട് 20 എണ്ണമാണ് പറയുന്നത്. അതിൽ ഫങ്ഷണൽ രജിസ്ട്രാർ ഭരിക്കുന്നത് 9 എണ്ണമാണ് കേട്ടോ. ഫങ്ഷണൽ രജിസ്ട്രാർ ഭരിക്കുന്നത് 9 എണ്ണമാണ്. അപ്പോൾ ഈ ഫങ്ഷണൽ രജിസ്ട്രാർ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരിക്കുന്നത് ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും കൂടി നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതിൽ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ബേസ്ഡുള്ള നമ്മൾ പറഞ്ഞു. ഏതാ പറഞ്ഞ? കേരള ബാങ്ക്, KS കാർഡ് ബാങ്ക്, പിന്നെ ഏതാ പറഞ്ഞ? SC/ST ഫെഡ്, വനിത, SC/ST, വനിത, ലേബർ, ടൂർ എന്ന് ആലോചിക്കുക. SC/ST, വനിത, ലേബർ, ടൂർ, കേരള ബാങ്ക്, KS കാർഡ് ബാങ്ക്, കേരള ബാങ്ക്, KS കാർഡ് ബാങ്ക്, SC/ST, വനിത, ലേബർ, ടൂർ. ഇവരൊക്കെ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. പിന്നെ നോക്കുമ്പോൾ കൺസ്യൂമർ ഫെഡ്, മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, ഹൗസ് ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, എറണാകുളം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിൽ വരുമ്പോൾ 9 സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിൽ വരുന്നത്. ഒന്നാമത്തെ വരുന്നത് മത്സ്യഫെഡാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് വന്നു. 2 ക്യാപെക്സ് വന്നു. ക്യാപെക്സ് കൊല്ലത്താണ്. 3 ഹാൻഡെക്സ് വന്നു. ഹാൻഡെക്സും ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിലുള്ളതാണ്, ട്രിവാൻഡ്രത്ത്. 4 കയർ ഫെഡ് വന്നു. 5 മിൽമ, തിരുവനന്തപുരത്താണ് മിൽമ. കയർ ഫെഡ് ആലപ്പുഴയാണ്. ഹാൻഡെക്സ് ട്രിവാൻഡ്രമാണ്. 5 മിൽമ ട്രിവാൻഡ്രമാണ്. 6 ടെക്സ് ഫെഡ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആസ്ഥാനം. 7 സുരഭി എറണാകുളത്താണ്. 8 റൂട്രോണിക്സ്. ഇതിലിപ്പോൾ 19 ഇപ്പം നമ്മളിവിടെ പിന്നെ ഷെഡ്യൂൾ 1 പറയാത്ത ഒരെണ്ണം റൂട്രോണിക്സ് ആണ് കേട്ടോ. റൂട്രോണിക്സ് പറഞ്ഞിട്ടില്ല, അതാണ് ട്രിവാൻഡ്രം. പിന്നെ 9 കേരാഫെഡും ട്രിവാൻഡ്രമാണ് ആസ്ഥാനം കേട്ടോ. അവിടെ പിന്നെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രിവാൻഡ്രം മാത്രം എടുത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം. മത്സ്യഫെഡ് തിരുവനന്തപുരം, ഹാൻഡെക്സ് തിരുവനന്തപുരം, മിൽമ തിരുവനന്തപുരം, ടെക്സ് ഫെഡ് തിരുവനന്തപുരം, പിന്നെ റൂട്രോണിക്സും കേരാഫെഡും തിരുവനന്തപുരം കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ പഠിക്കുമ്പോൾ എല്ലാം ഒരുമിച്ചുള്ളത് ഒരുമിച്ച് എഴുതുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി പഠിച്ചിരിക്കാൻ ഓർക്കാം. എന്നിട്ട് പിന്നെ കണക്ട് ചെയ്തിട്ട് മാല പോലെ പഠിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടി പറയാം. ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിൽ 9 സ്ഥാപനങ്ങൾ: മത്സ്യഫെഡ് തിരുവനന്തപുരം, ക്യാപെക്സ് കൊല്ലം, ഹാൻഡെക്സ് തിരുവനന്തപുരം, കയർ ഫെഡ് ആലപ്പുഴ, മിൽമ എവിടെയാണ്? തിരുവനന്തപുരം, ടെക്സ് ഫെഡ് തിരുവനന്തപുരം, സുരഭി എറണാകുളം, റൂട്രോണിക്സ് തിരുവനന്തപുരം, കേരാഫെഡ് തിരുവനന്തപുരം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പക്ഷേ മാനേജ്മെൻറ്റ് 2 രീതിയിലാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1 കണ്ടൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷെഡ്യൂൾ 1 ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. അത് ഷെഡ്യൂൾ 1 നമ്മൾ ആദ്യം പറഞ്ഞത്. അതിലിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തത് അമെൻമെൻറ്റിൽ വന്നതും നമ്മളൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് 19 സ്ഥാപനമാണ് വരുന്നത്. ഇത് നമ്മൾ 20 സ്ഥാപനങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിലില്ലാത്ത പിന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണോ? 2 മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്